രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്ന സുപ്രീം കോടതിയുടെ ഒരു വിധി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതി വന്നത് വ്യവസായം എന്ന നിർവചനത്തെ പുതിയ തരത്തിൽ അംഗീകരിക്കുവാൻ പരമോന്നത കോടതി തയ്യാറായതിലൂടെയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ പുരോഗതിയുടെയും അടിസ്ഥാനം പണിയെടുക്കുന്ന വിഭാഗത്തിൻ്റെ നിരന്തരമായ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്കറിയാം. രാജ്യത്തെ പുതിയ തലമുറ യൂറോപ്പിലേക്കും മറ്റും പഠിക്കുവാനും തൊഴിൽ തേടിപ്പോകുവാനുമുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പണി ലഭിക്കുന്നവരുടെ അവകാശങ്ങളും യൂറോപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ആശാവഹമല്ല എന്നതുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറ നമ്മുടെ രാജ്യം തന്നെ വിട്ടുപോകാൻ വലിയ ധൃതി കാണിക്കുന്നത്. എന്നാൽ ഈ ഓഗസ്റ്റ് 20-ാം തീയതി സുപ്രീം കോടതി അതിൻ്റെ 9 അംഗ ബെഞ്ച് നടത്തിയ വിധിന്യായം നാളിതുവരെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്ന അവരുടെ മിനിമം അവകാശങ്ങളെ പോലും അട്ടിമറിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ 2020-ൽ മോദി സർക്കാർ പാർലമെന്റിൽ വിശദമായ ചർച്ചകളൊന്നും നടത്താതെ പാസാക്കിയെടുത്ത ഒരു കരിനിയമം എന്ന തരത്തിൽ ആളുകൾ വിശേഷിപ്പിക്കുന്ന പുതിയ തൊഴിൽ കോഡ് രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിലായി ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത 29 തൊഴിൽ നിയമങ്ങളെ തന്നെ അസാധുവാക്കുന്നതായിരുന്നു. അങ്ങനെ തൊഴിലവകാശങ്ങൾ കഴിഞ്ഞ നാളുകളിൽ മിനിമം എന്ന തരത്തിലാണെങ്കിൽ പോലും നേടിയെടുക്കുവാൻ കഴിഞ്ഞ അവരുടെ മൊത്തം അവകാശങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വ്യവസായം നടത്താൻ എത്തുന്ന വ്യവസായികളുടെ കച്ചവടക്കാരുടെ താല്പര്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് രാജ്യത്ത് വിവിധ കാലങ്ങളിൽ പാസാക്കിയെടുത്ത 29 തൊഴിലവകാശ നിയമങ്ങളെ 4 തൊഴിൽ കോഡിലേക്ക് ചുരുക്കുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങളിൽ വലിയ തരത്തിലുള്ള ഇടർച്ച ഉണ്ടാകുമെന്ന ഉത്കണ്ഠ ഇവിടെ സജീവമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങളെ ഇല്ലെങ്കിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കും വിധം സുപ്രീം കോടതി അവരുടെ പുതിയ വിധിയിലൂടെ ഇൻഡസ്ട്രിക്ക് പുതിയ ചില നിർവചനങ്ങൾ നൽകിയിരിക്കുന്നത്. 1978-ൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ച് നടത്തിയ അതിനിർണായകമായ ഒരു വിധിയുണ്ട്. ആ വിധിയിലൂടെ രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾക്ക് കുറച്ചുകൂടി കരുത്ത് പകരുവാൻ ആ വിധി സഹായകമായിരുന്നു. ആ വിധിയിൽ എന്താണ് ഒരു വ്യവസായം എന്ന് നിർവചിക്കുമ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, സിസ്റ്റമിക് ആക്ഷൻ നടത്തുന്ന, വളരെ നിർവചനിക്കാൻ കഴിയുന്ന തരത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായ തൊഴിലാളികൾക്ക് അവർ വ്യവസായത്തിലാണ് പണിയെടുക്കുന്നത് എന്ന നിർവചനത്തിനുള്ളിൽ അവർ ഉൾപ്പെടും. 2, സഹകരണ മേഖലയിൽ തൊഴിലാളിയും മുതലാളിയും ഒക്കെ ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും വ്യവസായം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തണം. ഇനിയും ഉൽപാദനവും മാത്രമല്ല, അതിൻ്റെ വിതരണവും, ഇനിയും അത് സേവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പോലും ആ യൂണിറ്റിനെ വ്യവസായ യൂണിറ്റ് എന്ന് പരിഗണിക്കപ്പെടണം. അതിൽ പണിയെടുക്കുന്നവർക്ക് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ട്രിപ്പിൾ പോയിന്റ് എന്ന് തൊഴിലവകാശവുമായി ബന്ധപ്പെട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ 3 ഉള്ളടക്കത്തെയും അസാധുവാക്കുന്ന തരത്തിലായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി. ആ വിധിയിലൂടെ നിലവിൽ വ്യവസായ സ്ഥാപനങ്ങൾ എന്ന നിർവചനത്തിനുള്ളിൽ വരുന്ന യൂണിറ്റുകൾ വരും ദിവസങ്ങളിൽ വ്യവസായ യൂണിറ്റുകൾ അല്ല എന്ന് വാദിക്കുവാനും അവിടുത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുവാനും അവസരമുണ്ടാകും. പുതിയ നിർവചന പ്രകാരം ചാരിറ്റി, സോഷ്യൽ ആക്ടിവിറ്റി, ഫിലാന്ത്രോഫി തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ വ്യവസായ യൂണിറ്റുകളായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ
ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്ക് അതിൻ്റെ ലക്ഷ്യം പൊതുസേവനമാണ് എന്നൊരു നിർവചനം ഉണ്ടാക്കി വെച്ചാൽ തന്നെ ആ വ്യവസായ യൂണിറ്റിലെ തൊഴിലാളികൾക്ക് വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി എന്ന അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം വളർച്ചയ്ക്ക് അതിനിർണായകമായ പങ്ക് വഹിക്കുന്ന തൊഴിലാളി വർഗം അവരുടെ വരുമാനത്തിലുള്ള വർധനവ് രാജ്യത്തിൻ്റെ തന്നെ പൊതു വളർച്ചയെ സഹായിക്കുമെന്നിരിക്കെ അഭിമാനത്തോടെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാകുമ്പോൾ അവരുടെ ഭാവി തലമുറയ്ക്ക് കൂടുതൽ വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും ഉണ്ടാകും എന്നിരിക്കെ അതിനെയൊക്കെ മറന്നുകൊണ്ട് പണം മുടക്കാനെത്തുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 2020 ലേബർ കോഡിൻ്റെ എല്ലാ മോശപ്പെട്ട ഉള്ളടക്കത്തെയും ന്യായീകരിക്കുന്ന വിധത്തിൽ നോക്കൂ, നമ്മുടെ പരമോന്നത കോടതി 1978 ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് തെളിയിക്കപ്പെട്ട ജഡ്ജിമാർ എടുത്ത ഒരു തീരുമാനത്തെ ഇതാ അട്ടിമറിച്ചിരിക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് ഇത്തരം ചില ഇടപെടലുകളുടെ സൂചനകൾ 1992 ശേഷം സുപ്രീം കോടതി ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കുന്നില്ല. 2002 താൽക്കാലിക തൊഴിലാളികൾ എത്ര നാൾ പണിയെടുത്താലും അവരെ പിരിച്ചുവിടുവാൻ ആ സ്ഥാപന ഉടമയ്ക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു വിധി പോലും ഇതിനു മുമ്പ് വന്നിരുന്നു. എന്ന് പറയുമ്പോൾ രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങളെ നിഷേധിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് പച്ചക്കൊടി കാണിക്കുവാൻ സുപ്രീം കോടതി എടുത്ത ഈ പുതിയ തീരുമാനവും അതുമായി ബന്ധപ്പെട്ടുള്ള വിധിയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് എന്തുകൊണ്ടോ നമ്മുടെ പരമോന്നത കോടതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിമാർ മറന്നുപോയിരിക്കുന്നു.